ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ശ്രീശാന്തിന്റെ കഥ സിനിമയാക്കുന്നു എന്ന് കേട്ടു. പേര് ക്രിക്കറ്റ് എന്നാണെന്നും പറഞ്ഞു. പക്ഷേ ആരായിരിക്കും ഹീറോ? ശ്രീശാന്തിന്റെ ആ ഭാവ വൈവിധ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഏത് നായകനാണ് മലയാളത്തിൽ ഉള്ളത് എന്ന് ഞാൻ ചിലരോട് ചോദിച്ചു. പൃഥ്വിരാജാണല്ലേ. ശ്രീശാന്തിനെ കുറിച്ച് സിനിമ എടുക്കാന്ന് വെച്ചാൽ നായകനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ആസിഫ് അലിയാണ്. ശ്രീശാന്തിനെ കുറിച്ച് എടുക്കുന്ന പടത്തില് പൃഥ്വിരാജ് നായകനാണ് നല്ലത്. നമ്മുടെ നടൻ പൃഥ്വിരാജ് കുറച്ചുകൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെന്ന നിലയിൽ നിവിൻ പോളി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ്. ശ്രീശാന്തായി അഭിനയിക്കാൻ പറ്റിയ നായകൻ മലയാളത്തിൽ ആര് എന്നതിനുള്ള മലയാളി പ്രേക്ഷകർ സജസ്റ്റ് ചെയ്ത പേരുകൾ ഷാജി കൈലാസ് സാറും കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓട്ടോറിക്ഷ ചേട്ടന്മാരുടെ മുണ്ട് സമരത്തിലോട്ടൊന്ന് എത്തി നോക്കാം. ആഫ്റ്റർ 2 songs on Club FM, ടൺ കണക്കിന് ഫൺ. This is your Pooja with you. It happens only in India. ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് ഇനി മുണ്ടുകൾ മടക്കി വീട്ടിലെ അലമാരയിൽ വെക്കാം. ക്യൂക്കി മുണ്ട് വേണ്ട, പാന്റ് മതി എന്നാണ് പുതിയ ഉത്തരവ്. പക്ഷേ വേറൊരു സൈഡിൽ സർക്കാർ ഖാദി ബോർഡിനെ രക്ഷിക്കാൻ മുണ്ടുടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുണ്ടേ ഉടുക്കൂ എന്ന് ഓട്ടോറിക്ഷ യൂണിയൻകാര് പറഞ്ഞിരിക്കുകയാണ്. മിക്കവാറും മുൻപൊരിക്കൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച പോലൊരു സീൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും സംഭവിക്കുവോ എന്തോ. സിനിമയിലാണ് ജോലി. It happens only in India ആണിത് on Club FM. With you is your RJ Pooja. എന്റെ കൂടെ ഉള്ളത് സൗണ്ട് മാസ്റ്റർ ലിബു, പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മുരളി ആൻഡ് ദേവേഷ്. Stay tuned. It happens only in India. അതായിരുന്നു സ്റ്റണ്ട്. ബോളിവുഡിലായാലും ഹോളിവുഡിലായാലും വില്ലൻ ഹീറോയെ അല്ലെങ്കിൽ ഹീറോ വില്ലനെ, പോലീസ് കള്ളനെ അടിച്ചു നിരപ്പാക്കുക എന്നതാണ് നിയമം. പക്ഷേ യുപിയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റണ്ട് നടന്നു. അടിക്കുന്നതും അടികൊള്ളുന്നതും പോലീസ്. ഉത്തർപ്രദേശ് സിഎം അഖിലേഷ് യാദവിന്റെ സുരക്ഷയ്ക്കായി നിർത്തിയിരുന്ന പോലീസുകാർ തമ്മിലാണ് ഡ്യൂട്ടി ടൈമിംഗ്സിന്റെ കാര്യവും പറഞ്ഞ് പൊരിഞ്ഞ അടി നടന്നത്. അടിയുടെ ഒടുവിൽ ആര് ജയിച്ചു എന്നറിയാൻ പറ്റിയില്ല. എന്തായാലും ലാത്തി കൊണ്ടടിച്ചാലുള്ള വേദന പോലീസുകാരും ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാ, അല്ലയോ? It happens only in India. It happens only in India. സ്ഥിരമായി ബാനർ കീറുന്ന കള്ളനെ കടയുടമ അതിവിദഗ്ധമായി കണ്ടെത്തി. പക്ഷേ പ്രതിക്കെതിരെ കേസെടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പില്ല. കാരണം പ്രതി ഒരു തെരുവ് നായയാണ്. അതുകൊണ്ട് ഇനി ബാനർ വേണ്ട എന്ന് കടയുടമ തീരുമാനിച്ചിരിക്കുക. ഇറ്റ് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ കേരള. ഇനി ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ ഒരു കുട്ടി റീപ്ലേ ബൈ സൗണ്ട് മാസ്റ്റർ ലിബു. കഴിഞ്ഞ ആഴ്ച പോലീസ് BCCI പ്രസിഡന്റിന്റെ മരുമകൻ മെയ്യപ്പനെ കിട്ടാൻ ഓടിയ ഓട്ടം അങ്ങ് ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ ഒരു കപ്പ് ഉറപ്പായിട്ടും കിട്ടിയേനെ. ജയിലിൽ കിടന്നിട്ടുള്ള ഇന്ത്യക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അവരിൽ 90% പേരും ഇന്ന് MP-മാരോ MLA-മാരോ മന്ത്രിമാരോ അല്ലേ പിന്നെ സിനിമാ താരങ്ങളോ ആയിരിക്കും. ഷാജി കൈലാസ് ദാണ്ടെ ശ്രീശാന്തിനെ പറ്റി സിനിമ എടുക്കാൻ പോണു. ക്രിക്കറ്റ് എന്നാണ് സിനിമയുടെ പേര്. ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് ഇനി മുണ്ടുകൾ മടക്കി വീട്ടിലെ അലമാരയിൽ വെക്കാം. ക്യൂക്കി മുണ്ട് വേണ്ട, പാന്റ് മതി എന്നാണ് പുതിയ ഉത്തരവ്. യുപിയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റണ്ട് നടന്നു. അടിക്കുന്നതും അടികൊള്ളുന്നതും പോലീസ്. സോ ടൈം ഖത്തം ഹോ ഗയാ ഹേ. അതുകൊണ്ട് തൽക്കാലം വിശേഷങ്ങൾക്ക് കർട്ടനിടാണ്. അടുത്ത ആഴ്ച പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി യുവർ ആർജെ പൂജ വിൽ ബി ദേർ ഓൺ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, ഓൺലി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ.